അപകടം നിറഞ്ഞ പടക്ക നിർമ്മാണത്തിൽ നിന്ന് ദയവ് ചെയ്ത് നിങ്ങൾ പിന്മാറുക. ആ പടക്കം നിങ്ങളെ ചതിച്ചില്ലെങ്കിൽ ചതിക്കാനായിട്ട് ഒരുപാട് ആളുകൾ ചുറ്റിനുമുള്ള കാലമാണ്. അതെങ്കിലും മനസ്സിലാക്കണം. ഒരുപാട് പേരുടെ ജീവൻ പൊലിഞ്ഞ നമ്മുടെ തൃശ്ശൂരിലുണ്ടായി പടക്കപ്പുരയ്ക്ക് തീ പിടിച്ചിട്ടുള്ള ഈ ഒരു അപകടം. അപ്പോൾ അതിൽ നിന്ന് തലനാരിഴയ്ക്ക് വെറും സെക്കൻഡുകളുടെ വ്യത്യാസത്തിൽ രക്ഷപ്പെട്ടു പോകുന്നവരെല്ലാവരും തന്നെ ഈ ഒരു തൊഴിലിൽ നിന്ന് മാറി നിൽക്കുകയാണ് എന്നുള്ളൊരു അഭിപ്രായം നമ്മൾ കേട്ടിരുന്നു, ന്യൂസ് ചാനൽ വഴിയൊക്കെ കേട്ടു. അപ്പോൾ എന്തുകൊണ്ടും നല്ലത് തന്നെയാണ്. ചെറിയ രീതിയിൽ പോലും ഇതൊന്നും ചെയ്യുന്ന ആവശ്യമില്ലെന്നാണ് പറയുന്നത്. എന്താണെന്ന് കഴിഞ്ഞ ദിവസം ഒരു കുട്ടി ഇതുപോലെ ഗുണ്ട് പാത്രത്തിൽ വെച്ച് പൊട്ടിച്ച് അത് നെഞ്ചിൽ തിറക്കി, അങ്ങനെയുള്ള കുറച്ച് കേസുകൾ ഇത് നമ്മൾ കണ്ടതാണ്. അപ്പോൾ അതാണ്, ചെറുതാണെങ്കിലും വലുതാണെങ്കിലും ഇത് അപകടം തന്നെയാണ്. അപകടം നിറഞ്ഞൊരു സംഭവമാണ്. ഇത് കഴിയുന്നതും കംപ്ലീറ്റ് ആയിട്ട് നിർത്തലാക്കുന്നത് തന്നെ നല്ലത്. വേറെ തൊഴിലുകളിലേക്ക് നീങ്ങാലോ. ഇതായിട്ട് നടക്കുന്ന ഒരുപാട് പേരുണ്ട്. എന്തിനാണ് സ്വന്തം ജീവനും കുടുംബത്തിൻ്റെ ഒരു എന്താ പറയുക, ഒരു നാണുമേ കളി പോലുള്ളൊരു സംഭവമാണ്. അവർ ഏത് ജോലിയാണെങ്കിലും അപകടം നിറഞ്ഞ ഒരുപാട് ജോലികളുണ്ട് എങ്കിൽ പോലും അതിലുള്ളൊരു വിശ്വാസത്തിൻ്റെ പുറത്ത് അവർ അങ്ങനെയാണ് പറയുന്നത്. അത് ചതിക്കില്ല എന്നുള്ളൊരു, ഇപ്പോൾ രക്ഷപ്പെട്ട ആൾ തന്നെ പറയുന്നത് അത് ചതിക്കില്ല എന്നുള്ളൊരു വിശ്വാസത്തിലാണ് നമ്മൾ. പക്ഷേ ചതിക്കില്ല എന്ന് അവർ പറയുമ്പോഴും ചതിയന്മാരായ ഒരുപാട് പേര് ഒളിഞ്ഞിരിക്കുന്ന നാടാണ് നമ്മുടേത്. അത് മനസ്സിലാക്കണം. ഇപ്പം പ്രത്യേകിച്ച് പല പല വിഷയങ്ങൾ, ഞാനത് കൂടുതൽ പറയുന്നില്ല, പല പല വിഷയങ്ങളും കത്തി നിൽക്കുന്ന ഒരു സമയത്ത് ഇതുപോലൊരു ഉത്സവം അലങ്കോലപ്പെടുത്താനായിട്ടുള്ള ശ്രമങ്ങളാണോ എന്ന് പോലും നമ്മൾ സംശയിച്ചു പോകുന്നു. സ്വാഭാവികമാണ്. അപ്പോൾ ആ രക്ഷപ്പെട്ട ആൾ തന്നെ പറയുന്നുണ്ട്, എന്തോ ഒരു ലൈറ്റ് പോലെ, എന്തോ ഒരു സ്പാർക്ക് പോലെ വന്ന് അവിടെ അവരെ സൈഡിലുള്ള കരിമരുന്നിൽ വന്ന് സ്പാർക്ക് ആവുമായിരുന്നു. ഒരു സ്പാർക്ക് സൗണ്ടോട് കൂടി അങ്ങനെയാണ് സ്റ്റാർട്ട് ചെയ്തത്. അപ്പം തന്നെ അയാൾ ഓടി. എന്തായാലും ഡേഞ്ചർ ആണെന്ന് മനസ്സിലാവുകയും ഓടുകയും ചെയ്തു എന്നാണ് ആൾ തന്നെ പറയുന്നത്. ആ സ്പാർക്ക് എവിടെ നിന്ന് വന്നു എന്നുള്ളതാണ്. അതാണ് അത് എവിടെ നിന്ന് വന്നു. ഇത്രയും സേഫായിട്ട് അവർ കംപ്ലീറ്റ് ആയിട്ട് എല്ലാ പണികളൊക്കെ കഴിഞ്ഞ് ഇനി അടുത്ത എന്താ പറയുക ട്രയൽ പൂരത്തിനുള്ള ഒരുക്കങ്ങളിലേക്ക് നിന്നിരുന്ന ആ സമയത്ത് ആ സ്പാർക്ക് എവിടെ നിന്ന് വന്നു. അപ്പോൾ എല്ലാം സേഫായിട്ട് തന്നെ ചെയ്തിരുന്ന സമയത്ത് അതെങ്ങനെ വന്നു എന്നുള്ളതാണ്. അപ്പോൾ അതൊക്കെ എല്ലാം കൂടി കൂട്ടി വായിക്കുമ്പോൾ അതൊക്കെ സംശയങ്ങളുണ്ട്. പക്ഷേ നമ്മളത് കൂടുതൽ നമ്മൾ അറിയാത്ത ഇതായിട്ട് പറയുന്നതിൻ്റെ കാര്യമില്ലല്ലോ. പിന്നെ നമ്മുടെ അഭിപ്രായങ്ങൾ പറയാം. അങ്ങനെയാണ്. എന്ത് തന്നെയാണെങ്കിലും നമ്മുടെ ഈ ഒരു രീതിക്ക് ആനയും വെടിക്കെട്ടും അതൊക്കെ ഒഴിവാക്കുന്നതാണ് നല്ലത്. നമ്മുടെ ഇവിടെയുള്ള ക്ഷേത്രങ്ങളിലൊക്കെ ഈ വെടിക്കെട്ടൊന്നും ഇല്ല, നേരത്തെയൊക്കെ ഉണ്ടായിരുന്നു എന്നൊക്കെയാണ് പറയുന്നത്. എന്തായാലും ഇവിടെ ഒന്നും ഇല്ല കേട്ടോ, ആനയില്ല, വെടിക്കെട്ടില്ല, അങ്ങനെയില്ല. എന്നിട്ട് നന്നായിട്ട് നടക്കുന്നില്ലേ. അതാണ്. അപ്പോൾ ഇത് മനുഷ്യൻ്റെ കൺട്രോളിൽ നിന്ന് ഒരു തരത്തിലും അടുക്കാനേ പറ്റാത്ത, മനുഷ്യനെ നിയന്ത്രിക്കാനേ പറ്റാത്ത ഒരു സംഭവത്തിൻ്റെ ഒരു ആവശ്യമില്ല സത്യം പറഞ്ഞാൽ. അത് നമ്മുടെ ആഘോഷങ്ങളിലേക്ക് കുത്തി നിറയ്ക്കാൻ പാടില്ല. അത്രേ പറയാനുള്ളൂ. അങ്ങനെ മനുഷ്യന് നമ്മളെ കൊണ്ട് കൺട്രോൾ ചെയ്യാൻ പറ്റുമോ, നമുക്കതിന് എന്തെങ്കിലും ചെയ്യാൻ പറ്റുമോ, അങ്ങനെയുള്ള സംഭവങ്ങൾ മതി. ആനയാണെങ്കിലും അങ്ങനെ തന്നെയല്ലോ, ഇടഞ്ഞു കഴിഞ്ഞാൽ നമ്മൾ ദൂരെ മാറി നിൽക്കാനല്ലേ പറ്റുള്ളൂ, അടുത്തെത്താൻ പറ്റുമോ? അതുപോലെ തന്നെ പടക്കം, ഇതിൻ്റെ ഏതയലത്തെത്താൻ പറ്റുമോ? ഇല്ല. അത് പൊട്ടി അമർന്ന് ജീവനുകൾ പൊലിയുന്നത് ദൂരേന്ന് കണ്ടു നിൽക്കാൻ മാത്രമേ കണ്ണടച്ചിരിക്കാൻ നമുക്ക് സാധിക്കത്തുള്ളൂ. അത്ര തന്നെയുള്ളൂ. അതിൻ്റെ ആവശ്യമില്ല, അത് വേണ്ട. അത് ഭഗവാൻ ഒരിക്കലും പറഞ്ഞിട്ടില്ല. ഇതൊക്കെ സത്യം പറഞ്ഞ ഇതൊക്കെ നാണക്കേടാണെന്ന് ഞാൻ പറയും. ഇതിൻ്റെ തന്നെ എത്രയോ പേരെന്ന് പറയുന്നത് ഭഗവാൻ എവിടെയായിരുന്നു എന്നാണ് ചോദിക്കുന്നത്. ഭഗവാൻ എവിടെയായിരുന്നു? ഈ ചോദ്യങ്ങളൊക്കെ ചോദിപ്പിക്കുന്നത് നമ്മൾ മനുഷ്യന്മാർ തന്നെ. ഭഗവാൻ പറഞ്ഞോ ഞാൻ ആനയുടെ പുറത്ത് എഴുന്നള്ളൂ? ഭഗവാൻ പറഞ്ഞു എൻ്റെ ഒരു ഉത്സവ സമയത്ത് ഇത് നല്ല നിങ്ങളുടെ ജീവൻ പണയം വെച്ച് നിങ്ങൾ നല്ല തകർത്ത് നിങ്ങൾ പടക്കം ഇവിടെയൊക്കെ പൊട്ടിച്ച് പൂരം ഗംഭീരമാക്കണമെന്ന് ഏത് ഭഗവാനാണ് പറഞ്ഞിരിക്കുന്നത്? അതിലാണ് എഴുതി വെച്ചിരിക്കുന്നത്? ഇല്ല. ആ ഒരു ഇത് നിർത്തലാക്കിയാൽ യാതൊന്നും സംഭവിക്കാൻ പോകുന്നില്ല. നന്നായിട്ട് തന്നെ ആ ഉത്സവം നടക്കും. ഇനിയിപ്പോൾ കുറേ നാളൊക്കെ കഴിയുമ്പോഴത്തേക്ക് ഈ ആനയൊക്കെ മാറും. എന്തായാലും മാറും. അതൊന്നും ഉണ്ടാവത്തില്ല. എല്ലാം ഡമ്മി ആനകളൊക്കെ ഇറങ്ങും. അത് നല്ലതാണല്ലോ. ഡമ്മി ആനകൾ പോലെ ധാരാളം. എന്തിന് പേടിക്കാതെ മനസ്സമാധാനമായിട്ട് അതിൻ്റെ അടുത്ത് നിൽക്കുക. സമാധാനമായിട്ട് ആളുകൾക്ക് നിൽക്കെങ്കിലും ചെയ്യാമല്ലോ. അതുപോലെ തന്നെ ഗാംഭീര്യം ഇപ്പോൾ ഇഷ്ടംപോലെ ടെക്നോളജി കാര്യങ്ങളൊക്കെ ഉള്ളതാണ്. അതുപോലെ തന്നെ ആന ഉണ്ടാക്കി വെക്കാനാണ് പാട്. അതിൻ്റെ ആവശ്യമുള്ള ഈ പടക്കം കംപ്ലീറ്റ് ആയിട്ട് നിരോധിക്കണം. കംപ്ലീറ്റ് ആയിട്ട് ആ വിശേഷ ദിവസങ്ങൾ ഉൾപ്പെടെ അതിന് ആവശ്യമില്ല. എത്ര കുട്ടികൾക്ക് അപകടം പറ്റുന്നത്? ഇതിപ്പോൾ ഒരു കുട്ടി വാങ്ങും, അവൻ വാങ്ങി അപ്പം നമ്മുടെ കുട്ടി സമ്മതിക്കില്ല. അയ്യോ എനിക്ക് വേണം, അവൻ വാങ്ങിയല്ലോ എനിക്ക് വേണം. അപ്പോൾ അങ്ങനെ ആ കുട്ടികൾ തമ്മിൽ തന്നെ അങ്ങോട്ടും ഇങ്ങോട്ടും ഇതാകും. അവന് ഒരു പാക്കറ്റ് വാങ്ങിച്ചാൽ നമുക്ക് 2 പാക്കറ്റ് വാങ്ങണം. അങ്ങനെ ആവേശത്തിൽ പൊട്ടിക്കലാകും. അങ്ങനെയാണ് ആ ഒരു ഗുണ്ട് പൊട്ടി പാത്രത്തിൻ്റെ അകത്ത് വെച്ച് പൊട്ടിച്ച് അത് നേരെ പൊട്ടിച്ചാലും പോലെ. ഇപ്പോഴത്തെ കുട്ടികളെ അതിപ്പോൾ എൻ്റെ കുട്ടികളെ പറഞ്ഞിട്ട് കാര്യമില്ല. കുട്ടികൾ അങ്ങനെയാണ്. എങ്ങനെ എത്രയൊക്കെ അതിൽ എന്തെങ്കിലും ക്രിയേറ്റിവിറ്റി കൊണ്ടുവരാമെന്ന് നോക്കിക്കൊണ്ട് നടക്കുന്ന പിള്ളേരാണ്. അപ്പോൾ അവരുടെ ക്രിയേറ്റിവിറ്റി വേറെ എന്തെങ്കിലുമൊക്കെ തിരിച്ചു വിടുക. അല്ലാതെ ഈ പടക്കം സാഹസികമായിട്ട് പൊത്തിക്കുന്നില്ലല്ലോ. ചില കുട്ടികൾ കടലാസിൽ ഇങ്ങനെ പൊതിഞ്ഞൊക്കെ വെച്ചിട്ട് തിരിയൊക്കെ ഇത്തിരി ഉണ്ടാവും. അതൊക്കെ ഇങ്ങനെ വെച്ച് കത്തിക്കണമൊക്കെ കണ്ടിട്ടുണ്ട് പണ്ടേ കണ്ടിട്ടുണ്ട്. പക്ഷെ എന്തായാലും ഇവിടെ ഇപ്രാവശ്യം ഈ വിഷുവിന് പോലും പടക്കം കേട്ടിട്ടില്ല. അത് വേറെ ഒന്നുമില്ല, എനിക്ക് പൊട്ടിക്കാൻ പേടിയാണ്. അത് തന്നെയായിട്ട് എനിക്ക് ഈ സംഭവം പണ്ടേ അങ്ങനെ തന്നെ ഈ പടക്കം എന്ന് പറയുന്ന സംഭവം ഭയങ്കര
പേടിയാണ്. പണ്ട് പല അപകടങ്ങളാണ്. ചോദിച്ചു വാങ്ങുന്ന ഒരു തെറ്റിനെ ഒരിക്കലും ദൈവത്തിന് നിങ്ങൾ ഇതിൻ്റെ ഇടയ്ക്ക് ഇടാൻ പാടില്ല. കാരണം ദൈവം പറഞ്ഞിട്ടില്ല ഈ ആഘോഷങ്ങളിൽ ആനപ്പുറത്തെ എഴുന്നള്ളുമെന്നും ആന നിങ്ങൾ ഇത് പടക്കം ഇത്രയും ഗംഭീരമായിട്ടുള്ള പടക്കം ഓരോ വർഷവും ഗംഭീരമായിട്ട് കൂടി വരുന്ന ഒരു ദൈവങ്ങളും കിട്ടിയിട്ടില്ല. ഭഗവാനെ പ്രാർത്ഥിക്കാനായിട്ടാണ് അമ്പലത്തിൽ പോകുന്നത്. സമാധാനമായിട്ടുള്ള അന്തരീക്ഷത്തിൽ പ്രാർത്ഥിക്കുക. അവിടുത്തെ ഡാൻസോ പരിപാടികളോ ഇഷ്ടംപോലെ എന്തൊക്കെ നടത്താം. ഒരു ക്ഷേത്രമാകുമ്പോൾ എന്തൊക്കെ പരിപാടി നടത്താം. ഇത് മാത്രമേ ഉള്ളൂ വിശേഷമായിട്ട്. അപ്പോൾ തൊഴിലാളികൾ തന്നെ ഇതിൻ്റെ അകത്തുനിന്ന് മാക്സിമം വലിയുന്നതാണ് ഏറ്റവും നല്ലത്. നിങ്ങളത് ചെയ്യാതിരിക്കുക. അതാണ് നിങ്ങൾക്ക് നിങ്ങളുടെ കുടുംബത്തോട് ചെയ്യാവുന്ന ഏറ്റവും വലിയൊരു കാര്യം. അവരുടെ കണ്ണീരല്ലെങ്കിൽ നിങ്ങൾ കാണേണ്ടി വരും. കാരണം ഇതൊരു ഞാണമ്മ കളിയാണ്. എല്ലാ ജോലിയിലും അതിൻ്റെതായ റിസ്ക് ഇല്ലെന്നല്ല പറയുന്നത്. പക്ഷേ ഇത് നമ്മൾ ക്ഷണിച്ച് വരുത്തുന്ന ഒരു അനാവശ്യമായിട്ടുള്ളൊരു ഇതാണ്. മനസ്സിലായില്ലേ? ഇപ്പോൾ കറണ്ടിൻ്റെ ജോലിയാണെങ്കിലും എല്ലാം റിസ്ക് തന്നെ. പക്ഷെ അത് ചെയ്യാതിരിക്കാൻ പറ്റില്ല. അത് ചെയ്തേ പറ്റുള്ളൂ. അത് നമ്മൾ സേഫ്റ്റി ആയിട്ടുള്ള കാര്യങ്ങൾ എടുത്ത് ഇതിലെന്ത് സേഫ്റ്റി എടുക്കാനാണ്? ഇതെന്ത് സേഫ്റ്റി എടുക്കാനാണ്? പൊട്ടി തുടങ്ങിക്കഴിഞ്ഞാൽ പിന്നെ ഒരു മനുഷ്യനതിൻ്റെ അകത്തോട്ട് ചെല്ലാൻ പറ്റുമോ? ഇല്ല. ഒരു സേഫ്റ്റി എടുക്കാനില്ല. മറ്റെന്ത് തൊഴിലാണെങ്കിൽ പോലും അപകട സാധ്യത ഉണ്ടെങ്കിലും നമുക്കത് കൺട്രോൾ ചെയ്യാവുന്ന ഒരു ഇതാണ്. അതുകൊണ്ട് ഈ ആവശ്യമായിട്ടുള്ള അപകട ജോലികളെക്കുറിച്ചല്ല പറയുന്നത്. അനാവശ്യമായിട്ടുള്ള അപകടം പിടിച്ച ഈ ജോലികളിൽ നിന്ന് എല്ലാവരും ഒഴിഞ്ഞു മാറുക. മറ്റെന്തെങ്കിലും തൊഴിൽ നിങ്ങൾ സെറ്റിലാവുക. അതാണ് നല്ലത്, ഏറ്റവും നല്ലത്. താങ്ക് യു ഫോർ വാച്ചിങ്.